അപ്പോൾ F3 വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ മലേഷ്യൻ വ്ളോഗ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു നമ്മളുടെ ബോർഡിങ്. അപ്പോൾ ഞങ്ങൾ ഈ മന്ത് ഡിസംബർ 1-നാണ് ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിലുവിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്, ഫസ്റ്റ് ഫ്ലൈറ്റ്, ഫസ്റ്റ് അങ്ങനെ എല്ലാം ഫസ്റ്റാണ് അവൾക്ക്. അപ്പോൾ നിലു എയർപോർട്ടും എല്ലാ കാര്യങ്ങളും കണ്ട് ഇങ്ങനെ ഭയങ്കര ഷോക്കായിരിക്കുന്നൊരു സംഭവമായിരുന്നു. പിന്നെ നിലുവിന് കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, പക്ഷേ അവൾക്ക് കൂടുതൽ കംഫർട്ടായിട്ടുള്ള അവളുടെ ചേച്ചി അല്ലു ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ജേർണി ആയിരുന്നു. അപ്പോൾ മലേഷ്യയിൽ നമ്മൾ എത്തി. അവിടെ മലേഷ്യൻ എയർപോർട്ടിൻ്റെ കുറച്ച് ഇൻസൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര നല്ലൊരു എയർപോർട്ട് തന്നെയായിരുന്നു. നല്ല ക്ലീൻ, ഭയങ്കര ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു എയർപോർട്ട് തന്നെയായിരുന്നു. മലേഷ്യൻ എയർപോർട്ടിൻ്റെ ചില സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് ഏരിയ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ, അതൊന്നൊരു ഔട്ട് സൈഡ് വ്യൂ, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ളൊരു എയർപോർട്ട് തന്നെയായിരുന്നു. എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ടാക്സി വിളിച്ചു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ടാക്സിയിലെ ഡ്രൈവർ. അയാൾ കുറച്ചൊക്കെ തമിഴൊക്കെ അറിയാം, രജനീകാന്തിൻ്റെ ഫാനാണ്. അങ്ങനെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു അയാളുടെ കൂടെയുള്ള ഒരു ജേർണി. മലേഷ്യയിലുള്ളൊരു ഫസ്റ്റ് നമ്മൾ ആ സിറ്റി കണ്ട ഉടനെ തന്നെ ഭയങ്കര ഫാസിനേറ്റഡ് ആയി. കാരണം റോഡാണെങ്കിലും അവർ ട്രീസ് എല്ലാം അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ക്വാലാലംപൂറാണ്. ക്വാലാലംപൂർ മെയിൻ സിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ക്വാലാലംപൂർ ഹൈഫൈ ആണ്, സിറ്റിയാണെന്നൊക്കെ പറഞ്ഞാലും ഈക്വൽ ഇമ്പോർട്ടൻസ് അവർ സൈഡിൽ ചെടികൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്, ട്രീസൊക്കെ വെച്ച്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ക്ലൈമറ്റ് വലിയൊരു വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് ആർക്കും പേഴ്സണലി തോന്നിയില്ല. നമ്മളെ നാട്ടിലെ കേരളത്തിൽ അതേ ക്ലൈമറ്റ് തന്നെയായിരുന്നു, അതേ ഒരു ടെമ്പറേച്ചർ. ക്ലൈമറ്റ് വൈസ് വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ച പോലെ തോന്നിയില്ല. നോർമൽ ഇവിടേക്കുള്ള അതേ ഒരു വെയിൽ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയത് നമ്മളുടെ രണ്ട് സൈഡിലും നിൽക്കുന്ന പടുകൂറ്റൻ ബിൽഡിങ്സ് തന്നെയാണ്. ഓരോരോ ബിൽഡിങ്സും ചില ബിൽഡിങ്സിൻ്റെ ഷേപ്പ് ഒക്കെ ഭയങ്കര നല്ലതായിട്ട് തോന്നി. നല്ലൊരു പ്ലീസിങ് വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്കൈ സ്യൂട്ട്സ് പറഞ്ഞിട്ടൊരു എയർബിഎൻബി അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾ ലിഫ്റ്റും വലിയ വലിയ ബിൽഡിങ്സും എല്ലാം കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള അവളുടേതായിട്ടുള്ള ചില ആക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഒരു റൂം വ്യൂ നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മളുടെ നമ്മൾ എയർബിഎൻബിയിലെടുത്ത റൂം. ഭയങ്കര അടിപൊളി റൂമായിരുന്നു. ഞങ്ങൾ 3 ഫാമിലീസ്, അച്ഛൻ, അമ്മ, ഞാൻ, വൈഫ് നിലു ആൻഡ് ഏട്ടൻ, അതുപോലെ ചേച്ചി ആൻഡ് അല്ലു. ഞങ്ങൾ 3 ഫാമിലീസും ഒരൊറ്റ ഫ്ലാറ്റിലുള്ള പോലെ ഒരു എയർബിഎൻബി അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഫുൾ വ്യൂ, ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വ്യൂ തന്നെ നമുക്ക് ഭയങ്കര ഒരു അമേസിങ് എന്നൊക്കെ പറയുന്നൊരു ടൈപ്പ് ഓഫ് വ്യൂ ആയിരുന്നു. കാരണം നമ്മൾ വേക്കപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിലും ഒരുപാട് പടുകൂറ്റൻ ബിൽഡിങ്സിൻ്റെ നടുവിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. സോ അതൊക്കെ ഒരു
ഒരു ഒരു ഡ്രീമിൽ മാത്രമേ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ വ്യൂ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആൻഡ് അമേസിങ് വ്യൂ ആയിരുന്നു. നമ്മൾ വന്നന്ന് 1st of December ഫുൾ റെസ്റ്റ് ആയിരുന്നു, കാരണം എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. സോ ദ വെരി നെക്സ്റ്റ് ഡേ 2nd of December മുതലാണ് ഫുൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക ബാക്കിയുള്ള വീഡിയോസിന്. അപ്പോൾ എപ്പോഴത്തെയും പോലെ എല്ലാവരും F3 വ്ളോഗ്സ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.